ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 91-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 9-ാം അധ്യായത്തിലൂടെ നാം ആത്മീയമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9-ാം അധ്യായത്തിൽ നാം ഓർത്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇതിനു മുൻപ് ശ്രദ്ധിച്ചിട്ടുള്ളവർ ഹൃദയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നാം ഇങ്ങനെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്: ശൗലിനോടുള്ള ദൈവകൃപയുടെ വിവിധമായിട്ടുള്ള ചിത്രങ്ങൾ. അത് വിവിധ നിലകളിൽ നമുക്ക് ഈ വാക്യങ്ങളിലൊക്കെ ഈ അധ്യായത്തിൽ ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിലായിട്ട് നമ്മൾ ഓർത്തത് അവൻ്റെ അപ്പൻ്റെ കഴുതകളെ കാണാതെ പോയെന്നും മനുഷ്യർ താരതമ്യേന ചെറുതെന്ന് ചിന്തിക്കുന്ന ആ പ്രശ്നത്തിനു പോലും ദൈവം പരിഹാരം കൊടുത്തു എന്നുള്ളതുമാണ്. അതുതന്നെയുമല്ല, അങ്ങനെ ഒരു പ്രശ്നം അനുവദിച്ചതിലൂടെ ദൈവം അവനെ ശരിയായ സ്ഥാനത്തേക്ക് നയിക്കുകയും പിൽക്കാലത്ത് ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവാകുവാനുള്ള പ്രത്യേകമായ അവസരം ദൈവം ഒരുക്കുകയും ചെയ്തുവെന്നുള്ളത് കാണുവാൻ കഴിയുകയാണ്. വാസ്തവത്തിൽ അതെത്രയോ ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ ജീവിതങ്ങൾ സംഭവിക്കുന്ന പല നഷ്ടങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളും ദൈവം സർവവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നുവെന്നുള്ള അനുഗ്രഹീതമായ ചിന്തയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് 5-ാമതായിട്ടുള്ള ദൈവകൃപയുടെ ചിത്രമാണ്. ശൗലിൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ പറയുന്ന 9-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ കാണിച്ച അത്ഭുതകരമായിട്ടുള്ള ദൈവകൃപയുടെ 5-ാമത്തെ ചിത്രം എന്താണ്? അത് നമുക്ക് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുവാൻ കഴിയുന്നത്. അവിടെ നമുക്ക് എന്താ കാണുവാൻ കഴിയുന്നത്? ശൗലിന് കൂട്ടായിട്ട് ഒരു വിവേകമുള്ള ഭൃത്യനെ ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ആ ഭൃത്യൻ്റെ ആലോചനയൊക്കെ നമുക്ക് ആ വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ അപ്പൻ്റെ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത കയറിയിട്ട് ശൗൽ തിരികെ ഭവനത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ആ ഭൃത്യൻ 6-ാം വാക്യം മുതൽ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്കുകളിൽ അവൻ്റെ വിവേകം വെളിപ്പെട്ടു വരികയാണ്. 6-ാം വാക്യം നോക്കുക. അതിനാ ഭൃത്യൻ: ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യൻ ആകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. എന്നിട്ട് താഴേക്ക് വരുമ്പോഴും ആ ഭൃത്യൻ വിവേകത്തോടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ശൗലിന് ആരാണ് ഈ ഭൃത്യനെ കൊടുത്തത്? ഒരുപക്ഷെ മാനുഷികമായ കരങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ആത്യന്തികമായി പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടേണ്ടതിന്, അവൻ തിരികെ ഭവനത്തിലേക്ക് പോകാതെ എത്തേണ്ടതിന്, ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ എത്തിച്ചേരേണ്ടതിന്, അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ അവനെ രാജസിംഹാസനത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതിന് ദൈവം ഒരു വിവേകമുള്ള ഭൃത്യനെ അവനു വേണ്ടി ഒരുക്കി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കൃപയുടെ അനുഗ്രഹീതമായ ചിത്രമാണ്. ശൗലിൻ്റെ ജീവിതത്തിൽ അവൻ അവിവേകത്തോടെ പെരുമാറാതെ ഇരിക്കേണ്ടതിന്, അവൻ തിരികെ അപ്പൻ്റെ ഭവനത്തിൽ പോകാതിരിക്കേണ്ടതിന് ദൈവം അവിടെ ഒരു വിവേകമുള്ള ഭൃത്യനെ അവന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന വസ്തുതയാണ്. നാം കർത്താവിനായിട്ട് യഥാർത്ഥമായി നിൽക്കുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിൽ കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടേണ്ടതിന് അതാത് സമയങ്ങളിൽ ദൈവം നമുക്ക് കൂട്ടു സഹോദരന്മാരെ തരും എന്നുള്ള കാര്യത്തിൽ
ഒരു സംശയവുമില്ല. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മോടൊപ്പം നിൽക്കുന്ന ആളുകൾ ദൈവഹിതത്തിന് എതിരായ പാതയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ, ആ കൂട്ടുകെട്ടുകളിൽ നിന്നും ദൈവം നമ്മെ അകറ്റും എന്നുള്ളതും തിരുവചനം പഠിക്കുമ്പോഴും ഭക്തന്മാരുടെ ജീവിതം ശ്രദ്ധിക്കുമ്പോഴും കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. എന്നാൽ നമുക്ക് അവിടെ ഒരു പ്രത്യേകമായ വിഷയം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം എപ്പോഴും നമ്മെ തന്നെ വിശുദ്ധമായി സൂക്ഷിക്കുകയും കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള ആലോചനകൾ പ്രാപിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നവരാകുകയും വേണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തട്ടെ, നാം നടക്കേണ്ടുന്ന വഴിയിലൂടെ നമ്മെ നടത്തുക മാത്രമല്ല, നമുക്ക് കൂട്ടാളികളായിട്ട് ദൈവം ചിലരെ ഒരുക്കുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങളിൽ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. കർത്താവ് നമ്മെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, ദൈവം തൻ്റെ വേലയിലെ ചില വിഷയങ്ങൾ നമ്മളെ നയിക്കുമ്പോൾ നാം എങ്ങനെയാകും, ആരുണ്ടാകും എന്ന് ഭയപ്പെടേണ്ട. അതാത് സമയങ്ങളിൽ വിവേകമുള്ള സ്വർഗീയ കൃപയുള്ള കൂട്ടു സഹോദരന്മാരെ നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്നൊരു കർത്താവുണ്ട് എന്നുള്ളത് നാം എപ്പോഴും ഓർക്കേണ്ടുന്ന അനുഗ്രഹീതമായ വസ്തുതയാണ്. അതിനായിട്ട് ഈ ചിന്ത മുഖാന്തരമാകട്ടെ. ഇവിടെ ഇതാ ശൗലിൻ്റെ ജീവിതത്തിൽ അധികമാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും വിവേകമുള്ളൊരു ഭൃത്യനെ ഒരുക്കി വെച്ച് അവനെ ശമൂവേൽ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തിക്കുന്ന ദൈവകൃപയുടെ അനുഗ്രഹീതമായ ചിത്രം. ഇതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവെ, ഞങ്ങൾക്കും വിവേകമുള്ള കൂട്ടാളികളെ തരണമേ, കൂട്ടു സഹോദരന്മാരെ തരണമേ, അവിടുത്തെ ഹിതം നിവർത്തിക്കുവാൻ അത് മുഖാന്തരം ഞങ്ങൾക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.